അതെ, അതായത് ഈ കളക്ട് ചെയ്യുന്ന അസറ്റുകൾ, ഇപ്പോൾ ഈ ടോക്കൺസ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇൻ ബിറ്റ്വീൻ റെഫർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിവാർഡ്സ് ആണെങ്കിലും ഒരു ജനറലി ഇപ്പോൾ ഈ ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഒരു ഷോർട്ട് ടൈം എന്നുള്ള രീതിയിലാണ് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അസറ്റ് എന്തായാലും ഒരു ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതെ, ഒരിക്കലും നമുക്ക് കിട്ടിയ ടോക്കന് അത് പബ്ലിക്കിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെക്സ് എക്സ്ചേഞ്ച്, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെക്സ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഇൻബിൽട്ട് ചെയ്തിട്ട് വരാനുള്ള പ്ലാൻ ഓൾറെഡി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളെ കയ്യിലുള്ള ടോക്കൺ കൊടുത്തൊഴിവാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് നമുക്കുള്ളെങ്കിൽ നമ്മളൊരു വീക്ക് ഹാൻഡ്സ് പോലെയാണ്. കാരണം വാല്യൂ വരുന്നതിന് മുമ്പേ നമ്മൾ കൊടുത്തൊഴിവാക്കുക എന്ന് പറയുന്നതാണ്. അപ്പം അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. എന്തിനാണ് ആക്ച്വലി ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി ബേസിക്കലി ഒരു ബാക്ക് ബോൺ ആണ്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് അറിയുന്ന, റോഡ് മാപ്പിനെ കുറിച്ച് അറിയുന്ന, ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആകുമ്പം അറ്റ്ലീസ്റ്റ് ആ അറിഞ്ഞുകൊണ്ട് അത് ഹോൾഡ് ചെയ്യുന്ന സാഹചര്യം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പബ്ലിക്കിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ വില കാണുമ്പോൾ വിറ്റ് കളയുന്നുണ്ടാകുമ്പോൾ വാല്യൂ താഴെ പോകും, അത് സ്വാഭാവികമാണ്. അപ്പം നേരെ മറിച്ച് ഇതിന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കിയിട്ട് കുറെ കൂടിയും വാങ്ങിച്ചു വെക്കാനുള്ള സാഹചര്യത്തെയും കൂടി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വില കൂടും. വില കൂടുക അങ്ങനെയാണ്, എല്ലാം അങ്ങനെ തന്നെയാണ്. എവിടെ ഡിമാൻഡ് കൂടുന്നുവോ അവിടെ വാല്യൂ കൂടുന്നുള്ളതാണ്. ആ ഒരു അസറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ വില കൂടുന്നുള്ള. ഗോൾഡും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സിൽവറിന് വില എത്ര പെട്ടെന്നാണ് കയറി വരുന്നത്, പക്ഷെ സിൽവറിന്റെ പ്രൊഡക്ഷൻ കുറവാണ്, വാല്യൂ അല്ലാതെ അങ്ങോട്ട് കൂടി കിടക്കുന്നു. ഇങ്ങനെ ഓരോ സമയങ്ങളിൽ ക്രിപ്റ്റോ വെച്ച് നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോ ഹാൾവിങ്ങിനെ ബേസ് ചെയ്തിട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. വിലയിൽ വ്യത്യാസം താഴെയും മേലൊക്കെ പോകും. നമ്മൾ എപ്പോഴാണോ വിറ്റ് കഴിയുന്നത് അതോടെ മറന്നേക്കുക. അതെ, ഡിജിറ്റൽ അസറ്റ് പ്രത്യേകിച്ചും അസറ്റ് കയ്യിൽ നിന്നും പോയി. ഇപ്പോൾ ഗോൾഡ് 4 മാസം മുമ്പ് ഒരു ഗോൾഡ് വിറ്റ ഒരാൾ ഇപ്പോൾ വിലയെ കുറിച്ച് ആലോചിച്ചൊരു കാര്യമുണ്ട്? കാര്യമില്ല. നേരെ കുറിച്ച് ആ സമയത്ത് റിസ്ക് എടുത്ത് വാങ്ങിച്ചു വെച്ച ഒരാളാണെങ്കിലോ ഇന്ന് അതൊരു വലിയ അസറ്റാണ്. അതുപോലെ തീർച്ചയായും